ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. നമസ്കാരം. ഇന്ന് ശിവരാത്രിയാണ്. എന്താണ് ശിവരാത്രി എന്ന് അറിയുന്നവർ ഒരുപാട് പേര് കാണും. എന്താണ് ശിവരാത്രി എന്ന് അറിയാത്തവരും ഒരുപാട് പേര് കാണും. ശിവരാത്രിയുടെ കഥകൾ അറിയുന്നവർ ഒരുപാട് പേര് കാണും. ശിവരാത്രിയെക്കുറിച്ചുള്ള കഥകൾ അറിയുന്നവർ ഒരുപാട് പേര് കാണും. എന്നാൽ അതിൻ്റെ സത്യം അറിയുന്നവർ വളരെ കുറച്ച് പേര് കാണും. വളരെ കുറച്ച് പേര് മാത്രം. കാരണം ഭക്തന്മാരെല്ലാം അമ്പലങ്ങളും ആരാധനയും ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ലയിച്ച് ശിവരാത്രിയുടെ ഒരു ഭക്തിയിലായിരിക്കും. അവർ ശിവഭക്തിയിലായിരിക്കും. ഭക്തന്മാരെല്ലാവരും ശിവഭക്തിയിലായിരിക്കും. അവരമ്പലങ്ങൾ ഒരു അമ്പലത്തിൽ നിന്ന് മറ്റൊരമ്പലം, അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടെ, അങ്ങനെ ഓരോ അമ്പലത്തിലേക്ക് മാറിപ്പോയി അവരവരുടെ വീടിൻ്റെ പ്രദേശങ്ങളിലുള്ള ശിവക്ഷേത്രങ്ങളിലും മറ്റമ്പലങ്ങളിലൊക്കെ പോയി ശിവാരാധന നടത്തി ശിവഭക്തിയിൽ അവർ ലയിക്കുന്നു. ശിവഭക്തിയിലായിരിക്കും അവർ. ഇന്നത്തെ രാത്രി ഉറക്കം ഒഴിയണമെന്നുള്ള ഒരിത് വെച്ചിട്ട് പലരും ഇന്നത്തെ രാത്രി ഉറങ്ങാതെ ശിവക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാമുകളും കണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമുകളുടെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു അവസരങ്ങളിൽ ക്ഷേത്രത്തിലെ പൂജകളിലും പങ്കെടുത്ത് ഒരു 5-10 മിനിറ്റുള്ള പൂജയിലും പങ്കെടുത്ത് വീണ്ടും ചെന്നിരുന്ന് പ്രോഗ്രാമും കണ്ട് ഇപ്പോൾ പ്രോഗ്രാമിലായിരിക്കും ഭക്തന്മാർ. അവരുടെ മനസ്സ്, അവരുടെ ചിന്തകൾ പ്രോഗ്രാമിലായിരിക്കും, പ്രോഗ്രാമുകളിലായിരിക്കും. ഗാനമേള, കഥാപ്രസംഗം, അതുപോലുള്ള മിമിക്സ് പ്രോഗ്രാമുകൾ, അങ്ങനെ പല കാര്യങ്ങളിൽ മിക്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് കിട്ടുന്ന സമയങ്ങളിൽ ചിലവർ, വളരെ ചുരുക്കം പേര് മാത്രം പെട്ടെന്ന് എണീറ്റ് വന്ന് നടയിൽ ഒന്ന് തൊഴുതിട്ട് പോകുന്ന കുറച്ച് ഭക്തർ. അങ്ങനെ ഭക്തന്മാരെല്ലാവരും ഭക്തിയിലായിരിക്കും. സത്യത്തെ അറിയുന്നുണ്ടോ? ഭക്തരാണ്. സത്യത്തെ അറിയണമെങ്കിൽ അത് സാധകരായിരിക്കണം. അവർ സാധനയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നവരായിരിക്കണം. ഏത് പരമ്പരയിലാണെങ്കിലും സാധന ചെയ്യുന്നവർ ആ ഊർജത്തെ അറിയുന്നു. ഇന്നത്തെ ദിവസം നടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഊർജത്തിൻ്റെ ആ ഒരു അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റത്തില്ല. അത്രത്തോളം ഒരു ആ ഊർജത്തിൻ്റെ ഒരു വൈബ്രേഷൻ കൂടുതലാണെന്നോ കുറവാണെന്നോ, എന്തൊരു ലഹരിയിലാണ് ആ ഊർജം. ഇതൊക്കെ ഊർജത്തെ അറിയുന്നവർക്ക്, ഊർജത്തെ മനസ്സിലാക്കാൻ സാധനയിലൂടെ പ്രപഞ്ചോർജത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞവർക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയും. അല്ലാത്ത ഭക്തന്മാരായി നടക്കുന്നവർക്ക് അവർ ഭക്തിയിൽ മാത്രം ലയിച്ചങ്ങ് നടക്കാം, ഭക്തിയിൽ ലയിച്ച് നടക്കാം. പക്ഷെ സത്യത്തെ അറിയണമോ, സത്യത്തെ തൊട്ടറിയണമോ, അതിനെ അനുഭവിക്കണമോ എങ്കിൽ സാധന തന്നെ ചെയ്യണം. സാധന ചെയ്യുന്ന ഒരുപാട് പേർക്ക്, പറഞ്ഞാൽ ധ്യാനം, അങ്ങനെയൊക്കെ ചെയ്യുന്ന മന്ത്രജപങ്ങൾ, ധ്യാനം, ഇതൊക്കെ ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ട് ഇന്നത്തെ ഈ ദിവസത്തെ, അതിനിപ്പോൾ രാത്രി എന്ന് മാത്രമല്ല, അതേ പകലാണെങ്കിൽ പോലും, എന്തിനാ ഇന്ന് തന്നെ എന്ന് പറയുന്നത്, ഇന്നലെയാണെങ്കിൽ പോലും, ഇതിന് 2 ദിവസം മുമ്പാണെങ്കിൽ പോലും ആ ഊർജത്തിൻ്റെ വ്യതിയാനം സാധാരണ ലെവലിൽ നിന്നും കൂടുതലായിട്ട് ഈ ഭൂമിയിൽ നമ്മളിവിടെ ഇരുന്ന് നമുക്ക് അത് അനുഭവിക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ്, ദിവസങ്ങളാണ്. ഇതിനെ വ്യക്തമായി മനസ്സിലാക്കുന്നവർ ഇതിനെ മനസ്സിലാക്കുന്നു. ഇല്ലാത്തവർ ഓം നമഃ ശിവായ.